മക്കത്തുൽ മുഹറം, മക്കൽ മുകറമ ഹറസഹല്ലാഹ്. പരിശുദ്ധമായ മക്കയിൽ മഹാനായ അല്ലാമ അബുൽ വഫാ ഇബ്നുൽ അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ അനുഭവം പറയുന്നുണ്ട്. ഞാനെന്ന് വിശന്ന് വല്ലാത്ത വിശപ്പ്, എന്തെന്നില്ലാത്ത വിശപ്പ്, ഭക്ഷണം കിട്ടുന്നില്ല, ഭക്ഷണമില്ല, വലിയ വിശപ്പ്, ബുദ്ധിമുട്ടുണ്ട്. മക്കയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു പാക്കറ്റ് കണ്ടു, ഒരു നല്ല മനോഹരമായ തുണി കൊണ്ട് പൊതിഞ്ഞെടുത്ത ഒരു കിഴി. ഞാൻ തുറന്നു നോക്കുമ്പോ മാഷാ അല്ലാഹ്, അതിന്റെ ഉള്ളിൽ കാണുന്നത് മുത്തുകളാണ്. മുത്തുകളുടെ ഒരു കിഴി. അന്നത്തെ വലിയ പൈസ അതാണ്. വലിയൊരു കോടീശ്വരന്റെ ATM ഒക്കെ വീണുപോയ എന്താ അതാ അവസ്ഥ. അന്നത്തെ വലിയ മുതലാളിന്റെ ATM ആണ് ആ കിഴി എന്നൊക്കെ പറഞ്ഞു. മുത്തുകളാ കൊണ്ട് നടക്കുക. അദ്ദേഹം പറയാം, എനിക്ക് വിശപ്പുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്. ഞാൻ ആ പൊതി എന്റെ കയ്യിലെടുത്തു. ആര് ചോദിച്ചു വരുന്നുണ്ടോ അവർക്ക് കൊടുക്കണമെന്ന നിയ്യത്തോടുകൂടെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ തുറന്നു നോക്കുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ മുത്തുകൾ അതിലുണ്ട്. ഞാനത് ആരുടേതാണെന്ന് വിളിച്ചു ചോദിക്കാനെന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. പ്രായമുള്ള ഒരാൾ വന്ന് പറയുന്നുണ്ട്, മക്കളെ, എന്റെ ഒരു കിഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആര് തിരിച്ചു തന്നാലും 500 ദീനാർ, 500 സ്വർണ്ണ നാണയം, 500 ദീനാർ ഞാൻ പകരം കൊടുക്കും. എന്റെ ആ നഷ്ടപ്പെട്ടു പോയ മുത്തുകളുടെ കിഴി ആരെങ്കിലും കണ്ടെങ്കിലും തിരിച്ചു തരയണമേ. അപ്പൊ ഇബ്നു അഖീൽ തങ്ങൾ പറയാ, ഞാൻ വിശന്നിരിക്കുകയാണ്. ഒരു 500 ദിർഹമൊക്കെ കിട്ടാൻ എനിക്ക് വല്ലാത്ത ആവശ്യവുമുണ്ട്. 500 വേണ്ട, ഒരു ദിർഹമിന്റെ പകുതി മതി. പക്ഷെ ഇയാൾ ഓഫർ ചെയ്യല്ലേ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു തിരിച്ചു കൊടുക്കാമെന്ന്. അദ്ദേഹത്തോട് ചോദിച്ചു, നഷ്ടപ്പെട്ടു പോയ കിഴിയുടെ നിറം എന്താണ്, രൂപം എന്താണ്, എന്താണ് അകത്തുള്ളത്, വെരിഫൈ ചെയ്യണല്ലോ, ശരിയാണോ നുണ പറയാണോ അല്ലേ എന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞ ആ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോ തന്റെ കയ്യിൽ കിട്ടിയത് അയാളുടെ നിധിയാണ്, അയാളുടെ ആ മുത്തുകളുടെ പാക്കറ്റാണ്. ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അത്. അദ്ദേഹം അതിന് പകരം എന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടി തന്നു. 500 ദീനാർ, 500 സ്വർണ്ണ നാണയം തന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന്. അദ്ദേഹം പറഞ്ഞത് എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഒരു നന്മക്ക് പകരം നമ്മൾ പ്രതിഫലം ചോദിച്ചുകൂടല്ലോ, ഇതെന്റെ ബാധ്യതയാണ്. അദ്ദേഹം പറഞ്ഞു, പിടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. അദ്ദേഹം പറഞ്ഞു, എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, വേണ്ട. ആദ്യം തോന്നി വിശക്കുന്നുണ്ടല്ലോ, കുറച്ച് പൈസ ഒക്കെ കിട്ടിയാൽ തിരക്കേടില്ല എന്ന്. പക്ഷേ പിന്നെ തോന്നി, ഒരു നഷ്ടപ്പെട്ടു പോയ സാധുവിന്റെ പൈസ എടുത്തിട്ട് എന്തിനാ. നബി തങ്ങൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിമിലുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഹബീബായ തങ്ങൾ പറയാ, അന്ന് മുമ്പ് ഒരു സ്ഥല കച്ചവടം നടക്കുമ്പോ, റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കേൾക്കുക. ഒരു സ്ഥല കച്ചവടം നടക്കുകയാണ്. കച്ചവടമൊക്കെ ഉറപ്പിച്ചു, പൈസ ഒക്കെ വാങ്ങി, ഉടമസ്ഥൻ ഒരാൾക്ക് വിറ്റു, അയാൾ വാങ്ങിച്ച് അവിടെ എന്തോ വീട് വെക്കാനോ മറ്റോ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നിധി കിട്ടുന്നത്. ഒരു കൂജയിൽ ഒരു കലത്തിൽ നിറയെ സ്വർണ്ണ നാണയം. അന്നത്തെ ബാങ്ക് ലോക്കറുകൾ അങ്ങനെയാണ്, ഭൂമിയിലാ കുഴിച്ചിടുക. ആ ഒരു ഓർമ്മക്ക നമ്മൾ ഇന്നും ഏതെങ്കിലും ഭൂമിയിൽ നിധി ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചു പോകും. നിധിന്റെ എന്ന് പറയും മനുഷ്യന്മാര് ചാടി വീഴാണ്. കുറെ പറ്റിക്കപ്പെട്ടതും അല്ലാത്തതും കൊലപാതകങ്ങളും. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു നിധി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റേ കഥന്റെ അടിയിലാണ്, തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അപ്പോ നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇത് വിറ്റ ആളുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ചോദിച്ചു, അല്ല, നിങ്ങൾ എനിക്ക് തന്നത് ഭൂമിയോ അല്ല സ്വർണ്ണോ? ഭൂമി കച്ചവടം, ഭൂമിയല്ലേ നിങ്ങൾ വാങ്ങിച്ചത്. എന്നാലേ അതിന്റെ അകത്തുനിന്ന് എനിക്കൊരു പാത്രം നിറയെ സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്, ദീനാറ് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ എടുക്കണം. അത് ഞാൻ എടുക്കൂല, വിറ്റ ആള്. അതെങ്ങനെ? നിങ്ങൾക്ക് ഞാൻ ഭൂമി വിറ്റില്ലേ? ഭൂമി വിറ്റപ്പോ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെയല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, പറ്റില്ല, നിങ്ങളുടെ നിന്ന് ഭൂമിയല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, അതിനകത്തുള്ള സ്വർണം കച്ചവടത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാ. ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കൂല. ഇങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് വരെ കിട്ടൂലട്ടാ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ എന്നാ ഇരിക്കും, നമുക്ക് ആ കോൺട്രാക്ട് ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതണം. സെന്റിന് 2 ലക്ഷം വെച്ചത് 25 ലക്ഷം ആക്കാം. എന്നിട്ട് ആ കച്ചവടം അങ്ങ് മാറ്റി ഒന്ന് അടിക്കാന്ന് പറയും. വിറ്റാള് പറഞ്ഞു, എനിക്ക് വേണ്ട. വാങ്ങിച്ചാള് പറഞ്ഞു, എനിക്കും വേണ്ട. അപ്പോഴാണ് നീതിമാനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വിഷയമെത്തി. അദ്ദേഹം ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടോ? അപ്പൊ വാങ്ങിച്ചാള് പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്. വിറ്റാള് പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്. എന്നാ പിന്നെ എന്ത് ചെയ്യാ?
ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അവരുടെ നിക്കാഹിന്റെ ചെലവ്, കല്യാണത്തിന്റെ ചെലവ് ഈ നിധിയിൽ നിന്നായിക്കൊള്ളട്ടെ, ഇത് രണ്ടാളുടെയും സ്വത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയത്. അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായിരുന്നില്ല. സുബ്ഹാൻ, ഇങ്ങനത്തെ ഒരു നന്മയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചത്. ഇന്ന് പൈസക്ക് വേണ്ടി ഉമ്മാനോട് തെറ്റ്, വാപ്പാനോട് പിണക്കം, പെങ്ങളോട് തെറ്റ്, ജ്യേഷ്ഠനോട് തെറ്റ്, ആ 5 സെന്റ് എനിക്ക് വേണം, എനിക്കിത് കിട്ടിയില്ല, അതെനിക്ക് തന്നില്ല. ദുന്യാവിന് വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന കാലമാണിത്. മനുഷ്യൻ വിചാരിക്കുന്ന പൈസയാണല്ലോ, ഒന്നുമല്ല, പൈസ ഒന്നുമല്ല. പൈസയല്ല ജീവിതത്തിലെ വലിയ സമ്പാദ്യം. ഒരുപാട് സ്നേഹബന്ധങ്ങളാണ്, ഒരുപാട് സുഹൃത്തുക്കളാണ്, നല്ല അടുപ്പവും സ്നേഹവും. അതിലും വലിയ സമ്പാദ്യമില്ല. അങ്ങനെയാണ്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു കല്യാണം വന്ന് നടന്നൊരു ഹലാലായ കല്യാണം ഇരിക്കട്ടെ. വിവാഹവുമായുള്ള ചർച്ചയുടെ ഭാഗമായതുകൊണ്ട് അത് നമ്മുടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ ചേർത്ത് വായിച്ചു എന്ന് മാത്രം. മഹാനായ അല്ലാമ ഇബ്നു അഖീൽ അബുൽ വഫാ തങ്ങൾ പറയാണ്, അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു എന്നോട് വല്ലതും വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. മക്കയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു. ഞാൻ കപ്പൽ കയറുന്നു. എത്യോപ്യയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് നിന്ന് കപ്പൽ കയറുന്നു. അങ്ങനെ എന്റെ കപ്പൽ ചെന്നെടുക്കുമ്പോഴേക്കും എന്റെ കൂടെയുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കടലിലെ അപകടങ്ങളിൽ വിഷപത്തിൽ വിട്ട് മരിച്ചു പോയിട്ടുണ്ട്. കുറെ ആളുകളെ കാണാതായിട്ടുണ്ട്. ഞാൻ എങ്ങനെയോ എന്റെ ആ മുറിയൻ കപ്പലുമായി ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ടു. അവിടെ മുസ്ലിമീങ്ങളുണ്ട്, ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. മഹാന്മാരായ സാദാത്യങ്ങളും സഹാബത്തൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന പോലെ. അപ്പോ ഞാൻ ആ പള്ളിയിലേക്ക് ചെന്നു. ആ മരുഭൂമി, ആ ദ്വീപിലെത്തിപ്പെട്ടു. ആ ദ്വീപിലെ അവിടെ ഒരു പള്ളി കണ്ടു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറെ ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ അവരിങ്ങനെ പള്ളിയിലിരിക്കുമ്പോ ഞാനിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവര് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? ഞാൻ പറഞ്ഞു, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്. പക്ഷേ ഇവിടെ അറിയാതെ എത്തിപ്പെട്ടത്, എന്റെ നാട് ഇതല്ല. ഞാൻ അങ്ങ് എത്യോപ്യ വഴി കടന്നു പോകേണ്ട ആളാണ്. പക്ഷെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. പള്ളിയിലേക്ക് ചെന്നു. അവിടെ ആളുകൾ ഞാൻ ഖുർആൻ ഓതുന്ന കണ്ടപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരോ? ഞാൻ പറഞ്ഞു, പഠിപ്പിച്ചു തരാം. അങ്ങനെ ഞാൻ ആ ദ്വീപുകാർക്ക് ഖുർആൻ പഠിപ്പിച്ചു. ഒരുപാട് ആളുകൾ പഠിച്ചു. അവരൊക്കെ എനിക്ക് പൈസ തന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായി. പിന്നെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഇമാമ നിൽക്കോ? പറഞ്ഞു, നിൽക്കാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മഹാനായ ഇബ്നു അഖീൽ തങ്ങൾ പറയുന്നു, ഞാൻ ആ പള്ളിയിൽ ചെല്ലുന്നപ്പോ മുമ്പെന്നോ ആ മുത്തുകളുടെ കിഴി കിട്ടിയത് വാങ്ങിച്ചു പോയ ആ വൃദ്ധൻ, ഞാൻ അയാളുടെ നാടറിയില്ല, അയാളുടെ പേരറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ ഇങ്ങനെ താമസിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ ഞാൻ എന്തോ ഒരു കിതാബ് കണ്ടപ്പോ എടുത്തു നോക്കി. ആ കിതാബ് ഇങ്ങനെ വായിക്കുമ്പോ നാട്ടുകാര് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എഴുതാൻ അറിയോ? ആ, എഴുതാൻ അറിയും. എന്നാ ഞങ്ങൾക്കൊക്കെ എഴുത്ത് പഠിപ്പിച്ചു തന്നൂടെ? തീർച്ചയായും, എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ എനിക്ക് കുറെ ഒരു പൈസ തന്നു. അങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പൈസയായി. ബഹുമാനപ്പെട്ടവർ പറയാം. അങ്ങനെ ഞാൻ അവിടെ വർഷങ്ങളോളം ജീവിച്ചപ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത്, നാട്ടുകാരൊക്കെ പറഞ്ഞു, അല്ല നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണ്ടേ? നാട്ടിലെ ഖത്തീബ് ഉസ്താദിനൊക്കെ മഹല്ലിൽ നിന്ന് കല്യാണം കഴിച്ചു വിടുമല്ലോ. അപ്പൊ മഹല്ലുകാര് ചോദിക്കുകയാണ്, കല്യാണം കഴിക്കണ്ടേ? പറഞ്ഞു, ഇല്ല. പിന്നെ ആവാം, അത് പറ്റില്ല, ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം. ഒരു യതീമച്ചായൊരു മോളുണ്ട്, ചെറുപ്പക്കാരിയായൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ വാപ്പ മരിച്ചു പോയിരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. അവൾക്ക് ഒരൽപ്പം സമ്പത്ത് അവർ ബാക്കി വെച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു ഇൽമിന്റെ സമ്പാദ്യം തന്നതുകൊണ്ട് ആ സമ്പത്തുള്ള കുഞ്ഞിനെ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹം. മാഷാ അല്ലാഹ്. ഇങ്ങനെയൊക്കെ നാട്ടുകാരെ ഒരു ഉസ്താദിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മാഷാ അല്ലാഹ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നായിക്കോട്ടെ. അവരെ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. പുതുനാരിയായി അവർ അണിയിച്ചൊരുക്കി ഇവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കുമ്പോ കഴുത്തിലെ ഒരു മനോഹരമായ മുത്തുമാലയുണ്ട്. ആ മാലയിലേക്ക് തന്നെ നോക്കുന്നു, മാലയിലേക്ക് തന്നെ നോട്ടം. അപ്പൊ ബന്ധുക്കളൊക്കെ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ പുതിയവണ്ണിനെ നോക്കാതെ ഈ മാലയിലേക്ക് കുറെ നേരമായല്ലോ നോക്കാൻ തുടങ്ങിയിട്ട്, ഇത് എന്താണ് കഥ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇത് അന്ന് മക്കയിൽ എനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു മാലയുണ്ട്. ഇതേ മാല, ഇതേ മുത്തുകൾ, ആ ചുവന്ന ആ ത്രെഡ് പോലും, ആ നൂല് പോലും അതിലുണ്ട്, അതുപോലും മാഞ്ഞു പോയിട്ടില്ല. ആ ചുവന്ന നൂലിൽ കോർത്തെടുത്ത
മണിമുത്തുകളുള്ള ഈ മാല എന്റെ കയ്യിൽ മക്കയിൽ പണ്ടൊരിക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കതിങ്ങനെ ഓർമ്മ വന്നതാണ്. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാണ്. എല്ലാരും തക്ബീർ ചൊല്ലി. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയണോ ഇബ്നു അഖീൽ, ഈ പെൺകുട്ടിയുടെ വാപ്പ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന്റെ ശേഷം ഞങ്ങളോടൊക്കെ കഥ പറഞ്ഞു. എന്റെ ഈ മുത്തുകളുടെ മുത്തുമാലയുടെ കിഴി എനിക്ക് നഷ്ടപ്പെട്ടു പോയ കഥ പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് അത് തിരിച്ചു കൊടുത്ത നല്ല മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞൊരു നല്ലൊരു ചെറുപ്പക്കാരൻ ഞാൻ 500 ദിർഹം പകരം കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടത് തിരിച്ചേൽപ്പിക്കൽ എന്റെ ബാധ്യതയാണ്. ബാധ്യതയ്ക്ക് എന്തിനാണ് പൈസ വാങ്ങേണ്ടതെന്ന് പറഞ്ഞ് എന്നോട് പൈസ വാങ്ങാതെ പോയ ഒരു നല്ല ചെറുപ്പക്കാരന്റെ കഥ ഞങ്ങളോട് ഈ കുട്ടിയുടെ വാപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ما وجدت في الدنيا مسلما الا هذا الذي رد علي العقد. എന്റെ മാല എനിക്ക് തിരിച്ചു നൽകിയ ഈ ചെറുപ്പക്കാരനല്ലാതെ ഒരു മുസ്ലിമിനെ ഞാൻ വസ്ഫത്തൊരു മുസ്ലിമിനെ വേറെ കണ്ടിട്ടില്ല. നല്ല ലക്ഷണമുള്ളൊരു മുസ്ലിം ഇവൻ തന്നെ, ഈ മാല തന്നവൻ. ആ ഉപ്പ ദുആയിരക്കുമായിരുന്നു അല്ലാഹുമ്മ ജമഅ ബൈനി വബൈനഹു ഹത്താ ഉസവ്വിജഹു ബിബനതി. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനെ എന്നെങ്കിലും ഒരു കാലത്ത് എനിക്ക് കാണിച്ചു തരണമേ. എന്റെ പൊന്നുമോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ. ആ ചെറുപ്പക്കാരൻ എന്നെ കൺമുമ്പിലേക്ക് എത്തിക്കുമോ എന്ന് ഈ വൃദ്ധനായി മരിച്ചുപോയ വാപ്പ എന്നും ദുആയിരക്കാറുണ്ടായിരുന്നു. ഞങ്ങളത് കേട്ടവരാണ്. ആ പ്രാർത്ഥനയാണ് ഇവിടെ സംഭവിച്ചത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഉലമാ പറയും, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ചാണ് അല്ലാഹു അമൽ കൊണ്ടുവരുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിന് വേണ്ടി ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുകയും അല്ലാഹുവിനെ ഉദ്ദേശിച്ച് വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കുകയും കണ്ണുകളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കൺകുളിർമയുള്ള ജീവിതം അല്ലാഹു അവരറിയാതെ അവരുടെ മുമ്പിലേക്ക് റബ്ബ് കൊണ്ടുകൊടുത്തതിന്റെ മകുടോദാഹരണമാണ് പണ്ഡിത ലോകത്ത് പ്രസിദ്ധമായ ഈ സംഭവം. അല്ലാമ അബുൽ വഫാ ഇബ്നുൽ അഖീൽ തങ്ങളുടെ സംഭവം, സ്വന്തം ജീവിതാനുഭവമാണിത്. അള്ളാഹു മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അന്നൊരു സത്യസന്ധത കാണിച്ചില്ലേ, ആ സത്യസന്ധതക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണിത്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, ഇദാ അതാകും മൻ തർളൗന ദീനഹു വഅമാനതഹു ഫസവ്വിജൂഹു. ആരെയാണ് പുതിയാപ്പിളയായി സ്വീകരിക്കേണ്ടതെന്നറിയുമോ? ആരാ പുതിയാപ്പിളയായി സ്വീകരിക്കേണ്ടത്? നമ്മൾ അങ്ങനെ കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം എന്താ നോക്കുക? നമ്മൾക്ക് സത്യം ഉള്ളതുപോലെ പറയാം, ഉള്ളതുപോലെ പറയാം. എന്താ പറയാ? എന്താ വരുമാനം അല്ലേ? ചെറുപ്പക്കാരൻ എന്താ വരുമാനം? ആദ്യം ആള് ഓക്കെയാണ്, കാണാനൊക്കെ ഓക്കെയാണ്. പിന്നെന്താ വരുമാനം? ബൈക്കുമ്പോ അങ്ങനെ തിരിച്ചു മറിച്ചും ചെറുക്കള കാസർഗോഡ് ട്രിപ്പടിക്കലാണോ പണി? അല്ല, എന്തേലും ജോലി ഉണ്ടോ? എന്തേലൊക്കെ പണിയെടുത്ത് ജീവിക്കുകയാണോ? കച്ചവടം ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഗൾഫിലാ. മുമ്പൊക്കെ ഗൾഫിലെന്ന് പറഞ്ഞാൽ അവിടെ വീണു. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഗൾഫൊക്കെ ഒരു ആൾക്കാരെ കണ്ടുവന്നതാ. അവിടെ എന്താ പണിന്ന് ചോദിക്കും. ഏത് കമ്പനിയാന്ന് ചോദിക്കും. ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ ചോദിക്കും. എപ്പോഴാ ലീവ്? 6 മാസം ലീവ് ഉണ്ടോ? കൊല്ലത്ത് ലീവ് ഉണ്ട്, ഇവരെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊക്കെ അറിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. തെറ്റാണെന്ന് പറയല്ല, അതൊക്കെ നോക്കാം. ദീൻ കഴിഞ്ഞതിന്റെ ശേഷം, അമാനത്ത് വിശ്വസ്തത കഴിഞ്ഞതിന്റെ ശേഷം, ഇദാ അതാകും മൻ തർളൗന ദീനഹു വഅമാനതഹു. മഹാനായ ഇബ്നു അഖീൽ എന്നവർ ആ മാല തിരിച്ചു കൊടുത്ത അമാനത്ത്, സത്യസന്ധത. ആ പുതിയാപ്പിളെ ജീവിതത്തിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും വിചാരിക്കാത്ത ആ മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജ്മഅ ബൈനി വബൈനഹു. റബ്ബേ, മക്കയിൽ ഞാൻ എന്റെ കയ്യിലെ എല്ലാ സമ്പാദ്യവും കൊണ്ടുപോയി നഷ്ടപ്പെട്ടപ്പോ എന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ച ആ ചെറുപ്പക്കാരനെ ഒന്ന് എത്തിച്ചു തരുമോ? അവനാണ് മുസ്ലിം, അവനാണ് മുസ്ലിം. മാ റഅയ്തു മുസ്ലിമൻ ഇല്ലല്ലദീ ആദ ഇലയ്യ അഖദി. എന്റെ മാല തിരിച്ചു തന്ന ഈ ചെറുപ്പക്കാരനല്ലാതെ മാ റഅയ്തു മുസ്ലിമാ, വേറെ ഒരു മുസ്ലിമിനെ ഞാൻ കണ്ടില്ല. എന്തേന്നറിയോ? മുസ്ലിമിന്റെ പ്രത്യേകത ഈ വിശ്വസ്തതയാണ്, അമാനത്താണ്. പൈസ ഏൽപ്പിച്ചാൽ അതിന്റെ ഹക്ക് പ്രകാരമേ അവൻ കൈകാര്യം ചെയ്യൂ. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫദാലിക്കൽ മുസ്ലിം, അതാണ് മുസ്ലിം. നമ്മുടെ സദസ്സിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടിൽ, ഈ നഗരത്തിൽ, നമ്മുടെ ജില്ലയിൽ നമുക്ക് സത്യസന്ധരായി ഇത്തരം ചെറുപ്പക്കാരെ എത്ര പേരെ കിട്ടും എന്നതാണ് വിഷയം. പൈസ ഏൽപ്പിച്ചാൽ നിസ്കരിക്കാൻ റെഡിയാണ്, ഖിയാമുൽ ലൈൽ റെഡിയാണ്, സ്വലാത്തുൽ ദിക്ർ ഒക്കെ റെഡിയാണ്. പൈസ ഏൽപ്പിച്ചാൽ കഴിഞ്ഞു. വലിപ്പിന്റെ അടുത്ത് നിർത്താൻ പറ്റൂല എന്നാ പറയാം, ഡ്രോവറിന്റെ അടുത്ത്, പൈസ ഇടുന്നോടത്ത് നിർത്താൻ പറ്റില്ല. ബാക്കി എല്ലാ ജോലിക്കാളും ഒക്കെയാണ്. ആളുടെ വാല്യൂ 0.
ബിഗ് സീറോ, വട്ടപൂജയാണെന്ന്, ആളുടെ വിലയില്ല, ദീനിൽ വിലയില്ല. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.